ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ രാവിലെ, ഇതിപ്പോൾ രാത്രിയിലാണ് ചെയ്യുന്നത്, രാവിലെ നിങ്ങൾക്ക് ഈ സംഭവം കിട്ടും. അപ്പോഴത്തേക്ക് എല്ലാം സെറ്റാവും. ഒരു ദിവസം മുന്നേ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടിത് കേട്ട് മനസ്സിലാക്കി അടുത്തൊരാഴ്ച മാർക്കറ്റിനെ എങ്ങനെ നേരിടാമെന്ന് പ്രിപ്പയർ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഞാൻ ഇത്ര നേരത്തെ ഇടുന്നത്. പക്ഷെങ്കിൽ പകുതി ആൾക്കാർ കാണും. പകുതി ആൾക്കാർ എന്തായാലും മാർക്കറ്റ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയൊക്കെ ഇത് കാണാറുള്ളൂ. എനിവേ, ഓരോരുത്തരും നിങ്ങൾ എത്രത്തോളം ആക്യുറേറ്റായിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നു, എത്രത്തോളം ഒരുക്കത്തോടുകൂടെ, അതാണ് കറക്റ്റ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഒരുക്കത്തോടുകൂടെ മാർക്കറ്റിനെ സമീപിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. നിങ്ങൾ എത്രത്തോളം റിസർച്ച് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്തിൽ റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, ആ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ വീക്കിലി പോൾ ഞാൻ കണ്ടു. വീക്കിലി പോൾ കണ്ടപ്പോൾ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് നമുക്ക് ഏകദേശം 65% വീക്കിലി പ്രോഫിറ്റ് ടോട്ടൽ ഓൺ ആർ ആവറേജ് 65% നമുക്ക് വീക്കിലി ഇതിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഏകദേശം 60 to 65 റേഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെങ്കിൽ ഈ ആഴ്ച നമുക്ക് 55% ഉള്ളൂ. ഓക്കെ, ഇതിനകത്തിൽ നമ്മുടെ പുതിയ രണ്ടാമത്തെ ഗ്രൂപ്പ്, അതായത് ബിഗിനേഴ്സിൻ്റെ ഗ്രൂപ്പിൽ, ബിലോ 50 ആണ്. 50% താഴെയാണ് അവർക്ക് വീക്കിലി 46% എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ ബിഗിനേഴ്സിന്. ബട്ട് നമ്മുടെ പുതിയ ആൾക്കാർ, നമ്മുടെ പഴയ ഗ്രൂപ്പിൽ, ആദ്യത്തെ ഗ്രൂപ്പിനകത്തിൽ ഏകദേശം 53% കണ്ട് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഓൺ ആൻ ആവറേജ് നോക്കുവാണെങ്കിൽ ഒരു 56% നമുക്ക് രണ്ട് ഗ്രൂപ്പിലും കൂടെ നമുക്കൊരു വിന്നിങ് റേഷ്യോ ഉണ്ട്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 70% വരണം. 30 വേറെ ഞാൻ തള്ളിക്കളഞ്ഞു. ബട്ട് ഒരു 70% നമുക്കൊരു വീക്കിലി പോർട്ട്ഫോളിയോയിൽ നമുക്ക് 70 ആൾക്കാരെങ്കിലും പച്ച കത്തിക്കണം. 70 ആൾക്കാർ, അത് നമുക്ക് ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തണം. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ അശ്രാന്ത പരിശ്രമം നടത്തുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരും മെസ്സേജ് അയക്കുവാണെങ്കിൽ അതിനൊക്കെ റിപ്ലൈ ചെയ്യുകയും, നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും അതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നമുക്ക് എത്തണം. ഒരു 70% എങ്കിലും നമ്മൾ വീക്കിലി 70% ആൾക്കാരെങ്കിലും വീക്കിലിയിൽ നമുക്കൊരു പ്രോഫിറ്റ് റേഞ്ചിലെത്തണം. അതിനുള്ള പരിശ്രമമാണ് ഞാൻ. അത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സെബി എന്താ പറയുന്നത്? സെബി പറയുന്നത് ആകെ 7% പറയുന്നത്, അല്ലേ? 100-ൽ 7 പേര് മാത്രമേ വിജയിക്കുന്നുള്ളൂ പറയുന്നത്. അപ്പോൾ നമ്മൾ 100-ൽ 55 പേരെ 65 പേര് വരെ ആയി, ഇല്ലേ? അത് പക്ഷേ നിലനിർത്തണം. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ 50% ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ സീറോ കളിക്കാൻ പോയിട്ടാണ്. ഇതിൽ പകുതി ആൾക്കാർക്കും വീക്കിലി പ്രോഫിറ്റിൽ എത്താൻ പറ്റാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഹീറോ സീറോ ചെയ്തുകൊണ്ട്. ഓക്കെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഹീറോ സീറോ നിങ്ങൾ ചെയ്യാതിരിക്കുക ബിഗിനേഴ്സ്. അഥവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയതിൻ്റെ ഒരു നിശ്ചയ ശതമാനം മാത്രം നിങ്ങൾ ഹീറോ സീറോ കളിക്കാൻ തീരുമാനിക്കും. ഇപ്പോഴത്തെ സ്കാമൊക്കെ മനസ്സിലായല്ലോ. സ്കാമിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ സ്കാമിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി, എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ മാർക്കറ്റിൽ പൈസ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിനകത്ത് ലക്ഷം കോടികൾ വെച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനകത്തിലാണ് നമ്മൾ ഈ പാറ്റുകളെ പോലെ 10,000, 15,000, 25,000, 1 ലക്ഷം രൂപ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ കളി കളിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെയാണ് ന്യായത്തിൻ്റെ പ്രസക്തി. ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് മാറി നിൽക്കാൻ ശ്രമിക്കുക. പക്ഷെങ്കിൽ എൻ്റെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ന്യായം പാലിക്കുന്ന ധാരാളം ആൾക്കാർ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തിൽ ആൾക്കാരെ ന്യായം പാലിച്ച് നിർത്തുക. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോലും അവർക്ക് വിഷയമുള്ള കാര്യമില്ല. കാരണം എന്താണ്? അവർ ഗ്രീൻ കണ്ടു തുടങ്ങി. അപ്പോൾ ഗ്രീൻ കണ്ടു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ആവേശം അവർ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് അവർക്കൊരു ഒരു ഉത്തേജനമാണ്. മനസ്സിലായില്ലേ? ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ആ ന്യായം പാലിക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നു. ആ കോൺഫിഡൻസ് ലെവലാണ് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ പിന്നിലെ പ്രേരക ശക്തി. അപ്പം കൂടുതൽ പറഞ്ഞ് ഞാനിനിയും അങ്ങനെ ഇങ്ങോട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. അടുത്ത ഒരാഴ്ച മാർക്കറ്റ് ഉറ്റുനോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ട്രേഡ് ഡീലാണ്.
ഓക്കെ, ഒന്നാമത്തെ കാര്യം ട്രേഡ് ഡീലാണ്. അമേരിക്ക ഇന്ത്യ US കരാർ ഡെഡ് ലൈന് ജൂലൈ 9 ജൂലൈ 9. അപ്പം ഇതിനകം പുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുമോ, അല്ലെ ടെമ്പററി ആയിട്ടൊരു ഇൻട്രിം ഒരു സംഭവം വരുമോ, അതോ എങ്ങനെയൊക്കെയാണെന്നൊരു അൺസർട്ടനിറ്റി മാർക്കറ്റിലുണ്ട്. അപ്പം അത് മാർക്കറ്റിങ് വിറ്റ് നോക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ഗുണമുള്ള കാര്യമാണോ ദോഷമാകുന്ന കാര്യങ്ങളാണോ എന്നുള്ളത്, അതോ തമ്മിൽ അടിച്ച് പിരിയോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഉറ്റുനോക്കുക. അതായിരിക്കും മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം. രണ്ടാമത്തെ കാര്യം ഈ ജെയിൻ സ്ട്രീറ്റ് സ്കാം. പക്ഷേ അത് മാർക്കറ്റിനെ അത്ര കണ്ട് സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജെയിൻ സ്കാം അത് കണ്ടുപിടിച്ചത് ഒരു മാർക്കറ്റിനൊരു നല്ല കാര്യമാണ്, ഇല്ലേ, നല്ല കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് സെബി കൂടുതൽ സ്ക്രൂട്ടണൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മാനിപ്പുലേഷൻസിനുള്ള സാധ്യതകൾ വളരെ കുറയും. ഉണ്ടാകും, ഇല്ല എന്നല്ല, പക്ഷേങ്കിൽ അതിനുള്ള അതിനുള്ള ടെൻഡൻസി, വലിയ ആൾക്കാർക്കുള്ള ടെൻഡൻസി, അത് ആ മാനിപ്പുലേഷനുള്ള ടെൻഡൻസി ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒരു പിന്നെ വാണിംഗ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പിടിക്കും എന്നുള്ള ഒരു വാണിംഗ് ആണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മാനിപ്പുലേഷൻസൊക്കെ കുറയാൻ ഉള്ള ശ്രമങ്ങൾ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇത് വലിയ മാർക്കറ്റിനെ വളരെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് റിസൾട്ടാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ക്വാർട്ടർ 2 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളാണ്. അപ്പം ഇതൊക്കെ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ദിവസമാണ്. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേജർ കമ്പനികളുടെയും, നിങ്ങളിതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം എന്താ ഞാൻ ഈ പറയുന്നതെന്ന്, പല മേജർ കമ്പനികളുടെയും ബിസിനസ് ഔട്ട്ലുക്ക് വരുന്ന ദിവസങ്ങളാണ്. ഓക്കെ, ബിസിനസ് ഔട്ട്ലുക്ക് വരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ റിസൾട്ടിന് മുന്നേ തന്നെ അവർ ബിസിനസ് ഔട്ട്ലുക്ക് പറയും. അപ്പോൾ അത് പോസിറ്റീവാണോ നെഗറ്റീവാണെന്നൊക്കെ ആശ്രയിച്ച് ആ പറയുന്ന സ്റ്റോക്കുകളിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് HDFC ബാങ്കിൻ്റെ ബിസിനസ് ഔട്ട്ലുക്ക് ബി ഈ ആഴ്ച വരാനുള്ള സാധ്യതയുണ്ട്. അത് എന്താണ് അവർ പറയുന്നത്, മുന്നോട്ടുള്ളവരുടെ പ്രയാണം എന്താണ്, എങ്ങനെയാണ്, പോസിറ്റീവാണോ, അത് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നമ്മൾ ശരിക്കും ഗണ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. HDFC, അതുപോലെ ICICI, കോട്ടക്കിനെ പിന്നെ ഒരു ബ്രോക്കർ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടക് ബാങ്ക് താഴോട്ട് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതൊക്കെ ഈ മാർക്കറ്റിലെ ഈ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ സ്വാധീനിക്കുക. എൻ്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇതൊക്കെ HDFC, ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. HDFC ഓൾ ടൈം ഹൈ ആണ്. നിങ്ങൾ ബോറടിക്കല്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ മനസ്സിലാക്കിയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ശരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. HDFC എന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, ATHലാണ് ഓൾ ടൈം ഹൈ നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ HDFC അത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ആ കാര്യമാണ്. അങ്ങനെ HDFCയെ പ്രോഫിറ്റ് ബുക്കിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ബാങ്ക് നിഫ്റ്റിയും നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുക HDFCയെ. എന്താണ് അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്നത്, അവരുടെ ബിസിനസ് അപ്ഡേറ്റ് എങ്ങനെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു 1900 കാണാപ്പാടം ഇതെല്ലാം പറഞ്ഞു 1993 ഒരു നിർണായക നമ്പറാണ് HDFCക്ക്. ഓക്കെ, 1993 നിലനിർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. HDFC അതിനകത്തിൽ 2000 കടന്ന് ഒരു ഡേ ക്യാൻഡിൽ 2000 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ HDFCക്ക് ഫർദർ റാലി മുകളിലോട്ട് കിട്ടും. ഇല്ല, ഈ 2000 എന്നുള്ളത് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ സൈക്കോളജി സപ്പോർട്ടിന് മുകളിൽ നിലനിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇല്ല, ഈ 1993 ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ 1993 ഇതും ഈ പറഞ്ഞ പോലെ 1993 തലേവര. ഓട്ടെ, ഹെഡ്ലൈൻ അങ്ങനെ എഴുതാം, തരേവര. ഓക്കെ, ഈ 1993 HDFCക്ക് നിർണായകമാണ്. ഇത് നിലനിർത്താൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ HDFC താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. 1993, 2000 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഈ വർഷം ഓർത്തിരുന്നാൽ 1993 എന്നുള്ള വർഷം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക HDFC സംബന്ധിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ICICI ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈ ആണ്. ICICI ഓൾ ടൈം ഹൈ ആണ്. അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ അടുത്ത ദിവസങ്ങളിലുള്ള മുന്നോട്ടുള്ള ഗമനം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനെ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ കോട്ടക് ബാങ്കിനെ ഡീഗ്രേഡ് ചെയ്തു. ഈ ഡീഗ്രേഡേഷൻ എങ്ങനെയാണ് മുന്നോട്ടുള്ള
പോക്കെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓൾ ടൈം ഹൈയിൽ നിന്ന് കുറച്ച് താഴോട്ട് നിൽക്കുകയാണ്. മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 2000 താഴെ പോയാൽ, കോട്ടക് ബാങ്ക് 2000 താഴെ പോയി കഴിഞ്ഞാൽ ഫർദറായിട്ട് താഴോട്ട് പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവൻ വീണ്ടും 2000 സൈക്കോളജി സപ്പോർട്ടാണ്, 2000 വന്നിട്ട് ഇതിനെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ ഞാൻ കാണാപ്പാടായിട്ട് പറയുന്നത് വെച്ചാൽ ഇതങ്ങനെ സ്ഥിരമായിട്ട് ഇതിനെ വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. നമുക്കിനിയും മാർക്കറ്റിൽ വീക്കിലി അനുസരിച്ചിട്ട് അപ്പം നമുക്ക് ഇതെല്ലാ സംഭവങ്ങളും കളയാം. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇനിയും ഇല്ല. ഓക്കെ, ഇതിപ്പോൾ നമുക്കിതെല്ലാം കളഞ്ഞിട്ട് ആദ്യം നമുക്ക് എങ്ങോട്ട് വരാം, നമുക്ക് ഡേ ക്യാൻഡിലോട്ട് വരാം. വീക്കിലി അനാലിസിലോട്ട് വന്നു കഴിഞ്ഞാൽ, വീക്കിലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് കണ്ടവർക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും. അപ്പം ഇവിടെ നമ്മളിനി ഒന്ന് വലുതാക്കാം. ഇവിടെ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ഇവിടെ എന്താ ഒന്ന് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ ഞാൻ കാണുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ 2 സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാണുന്നത് ഇതിനകത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ഡേ വൈസിലാണ് ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് ഇങ്ങനെ പോകണം. ഓക്കെ, ഇങ്ങനെ പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പാറ്റേൺ മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ ആ സാധ്യത എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആ സാധ്യത മുമ്പോട്ട് പോകണം. ഇപ്പോൾ ഇന്നത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ കഴിഞ്ഞ ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നില്ലേ. ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെ പോയിട്ടില്ല. നോക്കിക്കേ, കണ്ടോ? പ്രീവിയസ് ക്ലോസിങ്ങിന് താഴെ മാർക്കറ്റ് പോയെങ്കിലും ക്ലോസിങ് വന്നിട്ടില്ല, ഇല്ലേ? ക്ലോസിങ് അതിന് മുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പം നിർണായകമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോസിങ് തന്നെയാണ്. ഈ ക്ലോസിങ് ഇതിന് താഴെ ഇത്. ഓക്കെ, ഇതിന് ഈ സംഭവം ഇതിന് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് നിഫ്റ്റി താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി പറഞ്ഞേ? ഇതിന് താഴെ ഈ റെഡ് ക്യാൻഡലിൻ്റെ വിക്ക് ഉണ്ടല്ലോ, ഈ വിക്കിന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞാൽ ഫർദറായിട്ട് നമ്മളൊരു ഡൗൺഫോൾ നമ്മൾ കാണേണ്ടി വരും. ഇല്ല, ഇതിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് ഓൾ ടൈം ഹൈയിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾ ടൈം ഹൈ അല്ല, ഈ പ്രീവിയസ് ഹൈ ഇത് എത്ര? 25 എത്രയാണ് നമുക്ക് നോക്കാം. എത്രയാണ്? 25,661. ഓക്കെ, 25 ഈ ഓൾ ടൈം ഹൈ നമ്മൾ വരച്ചിട്ടേക്കാൻ. ഓക്കെ, ഇതാണ് ഈ റീസെൻറ്റ് ഹൈ. ഓൾ ടൈം ഹൈ അല്ല, റീസെൻറ്റ് ഹൈ. അപ്പോൾ ഞാനൊരു ഫ്ലാഗ് ആൻഡ് ബോൾ വരച്ച് കാണിച്ചു. ഈ ഫ്ലാഗ് ആൻഡ് ബോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 25,668 അതിന് മുകളിൽ 25,668 അല്ലേ? ഓക്കെ, കറക്റ്റാണ്. ഞാൻ ശരിക്കും വേണം നമുക്ക് പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ ഹൈ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ ഹൈ കട്ട് ചെയ്ത് മുകളിൽ പോയി ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ, ഇതിൻ്റെ മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഫർദർ മൂവ് മേലോട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം എപ്പോഴും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും നിഫ്റ്റിക്ക്. അത് മനസ്സിലാകണം. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താഴെ ഈ 2 വര നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു. ഈ 2 വര അടുത്ത 25,380. ഓക്കെ, ഈ 25,380ഉം 25,668 കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ ഹൈ. ഓക്കെ, ഇത് 2 നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് വെച്ചതിന് ശേഷം ഇവിടെ എങ്ങനെയാണ് ക്ലോസിങ് വീക്കിലി ഡെയിലി വരുന്നത് നോക്കുക. ഓക്കെ, ഇതിനകത്ത് ഒരു പക്ഷെങ്കിൽ ഈ ആഴ്ച കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ആഴ്ച അത് നാളത്തെ ക്യാൻഡിലിൻ്റെ ഇതുപോലെ ഇരിക്കും. നാളത്തെ ക്യാൻഡിൽ ഇതിനകത്ത് ക്ലോസിങ് ആണെന്ന് ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ആടി കളിക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, ഇവിടെ 1, 2, 3, 4, 5, 6 കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ റേഞ്ചാണ് 25,668ഉം 25,300-350 റേഞ്ചിനകത്ത് കിടന്നാണ് മാർക്കറ്റ് കിടന്ന് കളിച്ചത്. ഓക്കെ, മേ ബി ഈ ആഴ്ച ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലോബൽ ന്യൂസ്, ഈ പറയുന്ന ട്രേഡ് കരാർ വെരി ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അതിനകത്ത് ആ ട്രേഡ് കരാറോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സിവിയർ ഫോളിനോ അല്ലെങ്കിൽ ഒരു അപ്സൈഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് 2 പ്രധാനപ്പെട്ട ലൈനാണ് ഞാൻ ഈ വരച്ചിട്ടേക്കുന്നത്. ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിനകത്ത് ഇവിടെ എന്ത് സംഭവിക്കും? ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവോ അല്ലെങ്കിൽ എല്ലാം ഇവിടുന്ന് മുകളിലോട്ട് പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ ആഴ്ചയിൽ.
ഓക്കെ, ഈ ആഴ്ചയിൽ. സപ്പോസ് ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ഗ്ലോബൽ നെഗറ്റീവ്നെസ് വന്നു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് നോക്കാം മാർക്കറ്റ് ഇവിടെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 25,000 വേണ്ട, നമ്മൾ പഴയ പ്രാവശ്യം നമ്മൾ വരച്ചിട്ടുണ്ട്. അടുത്ത തലവര എന്ന് പറയുന്നത് നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, അടുത്ത തലവര എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 25,062. അത് ഇച്ചിരി ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകും. 25,062. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ, നോക്കിക്കോട്ടെ. 25,062 വേണ്ട, നമുക്ക് 60 മതി. റൗണ്ട് ഫിഗർ ആക്കുകയാണ്. ഓക്കെ, 25,060 ഈ ലൈൻ ആണ്. ഈ റേഞ്ചിൽ മാർക്കറ്റ് വന്ന് നിൽക്കണം. ഓക്കെ, നമുക്ക് ഇൻട്രാഡേ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ലൈൻ ശ്രദ്ധിക്കുക, 25,060. ഈ 25,060 ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ വീക്ക്ലി ബേസിസിൽ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. കാരണം 25,000 നിലനിർത്താൻ, 25,000 സൈക്കോളജി സപ്പോർട്ടെന്ന് വിചാരിച്ചു. ഈ 25,000 നിലനിർത്താൻ നിഫ്റ്റിക്ക് പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ താഴോട്ട് സംഭവങ്ങൾ കാണേണ്ടി വരും. ഓക്കെ, ഇവിടെ പിന്നെ നമ്മൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ, 25,000 വരെ നിൽക്കട്ടെ. അതിന് ശേഷം നമുക്ക് നോക്കാം. 25,000 ഈ പോയിൻ്റ് നിലനിർത്തുന്നുണ്ടെന്ന് നോക്കാം. ഇത് നിലനിർത്തിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പുതിയ വരകൾ വരയ്ക്കാം. ഓക്കെ, ഇവിടെ വേറെ വരകളൊക്കെ ഉണ്ട്. ഒരു വരയുടെ വരയ്ക്കാനുള്ള വകുപ്പുണ്ട് ഇവിടെ, അത് വരച്ചിട്ടേക്കാം. സപ്പോസ് ഇനി അതിൻ്റെ വരയുടെ കുറവുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കണ്ട. അടുത്ത വര 24,500. അയ്യോ, 500 പോയിൻ്റ് താഴെ പോയി അല്ലേ. 24,518. ഓക്കെ, 25,000 ഇവിടെ ഇതെന്താ നിൽക്കാത്ത, എന്ത് പറ്റി, എന്താ പ്രശ്നമുണ്ടല്ലോ. എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താ പ്രശ്നം? ഒന്നുകൂടെ വരയ്ക്കാമേ. 25,000 നമുക്ക് സൈക്കോളജിക്ക് സംഭവമാക്കാം. 25,000. ഓക്കെ, 24,500. അപ്പോൾ 24,500 നിർണായകം. അവിടെ റൗണ്ട് ചെയ്തിട്ടേക്കാണ്, ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിച്ചിൽ അങ്ങോട്ടോ പോകും. എന്നാലും 24,500 നിർണായകം. ഓക്കെ, അതിനുശേഷം 24,060. അതിന് മുകളിൽ ഞാൻ പറഞ്ഞു ഒരു റേഞ്ച് 25,380 ലോയെ, 25,668 അപ്സൈഡ്. ഓക്കെ, 25,668 ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീക്ക്ലി ബേസിസിൽ, ഡേ ക്യാൻഡിൽ ബേസിസിൽ നമുക്കൊന്ന് പറയാനുള്ളത്. അപ്പം മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള ടെൻഡൻസി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ടെൻഡൻസി കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നാളത്തെ, അപ്പോൾ തിങ്കളാഴ്ചത്തെ ദിവസത്തെ വീക്ക് ക്ലോസിങ്, ഡേ ക്ലോസിങ് വളരെ നിർണായകമായിരിക്കും. ഇതിന് താഴെ ക്ലോസ് ചെയ്യുമോ മുകളിലോട്ട് പോവോ ഇതിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് നോക്കി കാണുക. ഇതിനോടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു എന്താ പറയുന്ന ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഫ്ലാഗ് ആൻഡ് പോൾ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകണം, വർക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് നോക്കുക എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇൻട്രാഡേ ബേസിസിൽ നമുക്കൊന്ന് വന്ന് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരുന്ന ഉടനെ നമുക്ക് നാളെ മാർക്കറ്റിൽ എങ്ങനെ, ഓക്കെ ഈ ലൈനൊക്കെ ഓക്കെയാണ്, അത് കുഴപ്പമൊന്നുമില്ല, അവിടെ കിടന്നോട്ടെ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 476 അത് നിർണായകമാണ്. ആ 476ൻ്റെ ലൈൻ അവിടെ തന്നെ കിടന്നോട്ടെ. ആ 476 നമുക്ക് തലവര വരച്ചിട്ടേക്കാം. 476. ഓക്കെ, അതൊരു നിർണായക ലൈനാണ്. അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. 476 വരച്ചേക്കുന്നത്, 476 തന്നെ വരച്ചേക്കാം. നമുക്കതിനകത്തൊരു സംഭവം വേണ്ട. 476. ആ 76 നമ്മുടെ അവിടെ കിടന്നോട്ട്. ഓക്കെ, ആ ലൈൻ നമ്മൾ കളയണ്ട. ഓക്കെ,
അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് അടുത്ത ദിവസങ്ങൾ ഇൻട്രാഡേ ബേസിസിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ, 25,476 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,584 ഒരു മിനിറ്റ് ഓക്കെ, ഇതാണ്ട് ഇത് 540 ഈ ഒരു ലൈൻ. ഓക്കെ, 540 എന്നുള്ളൊരു ലൈൻ, ഇതിൻ്റെ മുകളിലോട്ടേ ഉള്ളൂ നമുക്ക് ട്രേഡ്. ഓക്കെ, ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിലാണ് ഒരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിന് ശേഷം ഈ ഒരു ലൈനോടെ കിടന്നോട്ടെ, ഈ ഒരു ലൈൻ, ഒരു മിനിറ്റ്, ഓക്കെ, ഈ ഒരു ലൈൻ 25,580 540. ഓക്കെ, ഈ ഒരു ലൈനോടെ കിടന്ന് ഒത്തിരി റെസിസ്റ്റൻസുകളുണ്ട്, അതുകൊണ്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് നോക്കാം. 608 589 ഇത് കിടന്നോട്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിനകത്തൊരു എന്താ പറയുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ല അവിടെ ഈ ഒരു ലൈന്. ഓക്കെ, നമുക്ക് ഈ ലൈൻ വേണ്ട, ഈ ലൈൻ അത് ഒരു സുഖമില്ല, അത് വേണ്ട. ഓക്കെ, പല പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഇതിനേ ഉള്ളൂ എനിക്കൊരു ക്ലാരിറ്റി. അപ്പം 540 കഴിഞ്ഞാൽ പിന്നെ 608. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിന് മുകളിൽ മാർക്കറ്റ് നിലനിന്നാൽ ചിലപ്പം 476 നിർണായകമാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് അപ്പോൾ കൂടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 476 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, 476 സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു പക്ഷേ പിന്നെ ഓരോ റെസിസ്റ്റൻസുകളാണ് 540 608 ഒക്കെ 668 ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഒന്ന് വലുതാക്കിയേക്കാം. താഴോട്ട് വീണാൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഈ 380 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴോട്ട് വരും. പക്ഷെങ്കിൽ ഈ ഒരു ലോയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഒരു ലോയും കൂടെ കൺസിഡർ ചെയ്യണം. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ കൺഫർമേഷനാണ് 25,333. ഓക്കെ, 25,333 ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. 25,333. ഓക്കെ, ഇതിന് താഴോട്ട് വന്നാൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ്. 25,380 താഴോട്ട് പോയാൽ ഓക്കെ ഒരു ബെയറിഷ് സെറ്റപ്പാണ്. ഇത് കൺഫർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ ലോ കട്ട് ചെയ്യണം, അതായത് 25,333. ഇത് കട്ട് ചെയ്തെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റേഞ്ച് ആയിരിക്കും. ഓൾറെഡി ഇവിടെ സംഭവം കിടപ്പുണ്ട്. പിന്നെ അടുത്ത പോയിൻ്റ് നമുക്ക് ഇതായിരിക്കും. അടുത്ത പോയിൻ്റ് ഈ റേഞ്ചാണ്. ഓക്കെ, ഈ റേഞ്ച് ആയിരിക്കും 25,257. പിന്നെ താഴെ കിടപ്പുണ്ട് ലൈൻ, ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഇതൊരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ച് 25,136. ഓക്കെ, ഇത്രയും കിടന്നോട്ടെ. 136 ഇച്ചിരി ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ചെറിയൊരു സപ്പോർട്ട് കൂടെ ഉണ്ട്. പക്ഷെങ്കിൽ പിന്നെ അടുത്തടുത്ത് പോവും. 25,257 17 ധാരാളം റെസിസ്റ്റൻസുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂസ്ഡാണ്. 25,215. ഓക്കെ, അത്രയും കിടന്നോട്ടെ. ഇതെല്ലാം റെസിസ്റ്റൻസുകളാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ചുമ്മാ എല്ലായിടത്തോട്ട് എടുത്തിട്ട് വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ പിന്നെ ചാർട്ട് മുഴുവൻ വരെയായിരിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം എന്തായാലും ഇങ്ങനെ ഇൻട്രാഡേ ബേസിസിൽ ഇങ്ങനെ നിൽക്കട്ടെ. അതിനുശേഷം നാളെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. നാളെ നമുക്ക് കറക്റ്റ് ഒരു പിക്ചർ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് നാളെ മാർക്കറ്റ് നാളത്തെ ഒരു കൺഫർമേഷന് ശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച വീക്കിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് കാണുമ്പോഴേ നമുക്ക് ഫർദർ മൂവ് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ കറക്റ്റ് ഒരു നമുക്ക് ആ ഒരു ദിശ
നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തിങ്കളാഴ്ച വൈകുന്നേരത്തെ പ്രീ മാർക്കറ്റ് ചെയ്യുമ്പം അതിനകത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഇത്രയും റേഞ്ചുകൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ, നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോവാം. ബാങ്ക് നിഫ്റ്റിയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ വര കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് നമ്മളിവിടെ ഇനി ഒന്നും ചെയ്യാനില്ല, റെസ്പെക്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് നാളെ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമോ ഇവിടെ ഓപ്പൺ ചെയ്യുമോ, എങ്ങോട്ടാണോ ആ ഒരു വഴിക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇതിനകത്ത് വരകളൊന്നും മാറും, കാരണം ഇത് മന്ത്ലിയാണ് നമ്മൾ ഇതിൻ്റെ എക്സ്പയറി. അതുകൊണ്ട് നമുക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇതിനിടയ്ക്ക് വേണ്ട ഒരു ലൈനൂടെ വരയ്ക്കാനുള്ള വകുപ്പുണ്ട്, 57,158. പക്ഷേ നമ്മളിതൊക്കെ ചുമ്മാതെ വെറുതെ ഒരു വര ഉണ്ട് ഇവിടെ, കാണുന്നുണ്ട് ഒരു വരയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് വരച്ചിട്ടേക്കാം. ഇത് ഈ ഒരു വര ഇവിടെ കിടന്നോട്ടോ. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ട്രേഡ് ചെയ്യുന്നവർ HDFC നോക്കുക. HDFC ഞാൻ ഓൾറെഡി പറഞ്ഞു, കാണാപ്പാടെ ഞാൻ പറഞ്ഞു HDFC എന്താ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ഒന്നുകൂടെ നോക്കിയേക്കാം. നോക്കിക്കോ. നോക്കിക്കേ, ഈ 2000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, 1993 നിർണായകമാണ്. കണ്ടോ, ഇതിപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് അതിന് താഴെയാണ്, 1993 താഴെയാണ്. അപ്പം ഇത് നിലനിർത്തുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഇപ്പോൾ ഒരു ലോ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ലോ വേണം മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ 1993 നിർണായകം 2000 കടന്നെങ്കിൽ മാത്രമേ അപ്സൈഡ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം തിങ്കളാഴ്ചത്തെ ക്ലോസിങ് HDFC എവിടെ വരുന്നു നോക്കുക. ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ബിസിനസ് അപ്ഡേറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ സാധനം താഴോട്ട് പോരും. ഓക്കെ, 1975 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴോട്ട് തന്നെ കാണേണ്ടി വരും. ഓക്കെ, ICICI ബാങ്കും ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈ നിൽക്കുന്ന സംഭവമാണ്. നല്ല പെർഫോമൻസോടുകൂടിയാണ് സാധനം പോയേക്കുന്നത്, നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ICICI മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുള്ള ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. മാർക്കറ്റ് ഇതിപ്പോൾ ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് നല്ലൊരു പോയിന്റിലാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ലൈൻ നോക്കിയാൽ മനസ്സിലാകും. നല്ല ഒരു റെസൻസിലാണ് ഇത് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നിർണായകമാണ് HDFCക്ക്. ഓക്കെ, ഈ ക്ലോസിങ് നിർണായകമാണ്. ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കുക. ICICI. ഓക്കെ, കോട്ടക് ബാങ്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡീഗ്രേഡ് ചെയ്തേക്കാണ്. ഇതിന് താഴെ 2111 താഴോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടക്കിനും അത് നെഗറ്റീവാണ്. 2000 കടന്നാൽ പിന്നെ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് പറയാൻ. റിലയൻസിൻ്റെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. റിലയൻസും ഒരു അപ്സൈഡ് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേങ്കിൽ 1514 നിർണായകം. 1514 താഴോട്ട് പോയെങ്കിൽ റിലയൻസ് താഴോട്ട് വരും. മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ടിവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുകളിലോട്ട് പോയാൽ 1530 മുകളിലോട്ട് പോയാൽ മാത്രമേ റിലയൻസിനൊരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മിഡ് ക്യാപ്പിലോട്ടുകൂടെ വരാം. മിഡ് ക്യാപ്പിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ മിഡ് ക്യാപ്പിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോട്ട് സൈസ് ഒക്കെ കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. മിഡ് ക്യാപ്പിൽ നമ്മുടെ റേഞ്ചിനകത്ത് കിടന്ന് കളിക്കുക അല്ലേ, കുറേ നാളുകൊണ്ട് ഇതിനകത്ത് കിടന്ന് കളിക്കുകയാണ്. അങ്ങോട്ടും ബ്രേക്ക് ചെയ്യുന്നില്ല, വരുന്നു പോകുന്നു. അപ്പോൾ ഇതിപ്പം ചുരുക്കം പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സിനാണ് ഏറ്റവും നല്ല ചാൻസ്. കാരണം കഴിഞ്ഞ ജൂലൈ 1 മുതൽ ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പം നോക്കുക അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് എങ്ങോട്ട്. ഇതിപ്പോൾ 13,428 ബ്രേക്ക് ചെയ്യുന്ന മുകളിലോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അപ്സൈഡ് ഉള്ളൂ. താഴോട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 13,559 ബ്രേക്ക് ചെയ്യണം. ഇതാണ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ പൊസിഷൻ. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ച വളരെ നിർണായകമാണ്. പ്രധാനപ്പെട്ടത് ട്രേഡ് ഡീലാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെയൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുള്ളത് നോക്കി സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക, ന്യായം പാലിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങളൊരു കാരണവശാലും മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.